സ്ട്രീറ്റ് ഫുഡ് സ്ഥിരമായി കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ? സ്ട്രീറ്റ് ഫുഡിൻ്റെ അലർജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സ്ട്രീറ്റ് ഫുഡിൽ എന്തൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ഓയിൽ, ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ അല്ലെങ്കിൽ പ്രോൺ ഫ്രൈ ചെയ്യുന്ന അതേ ഓയിലിൽ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചെമ്മീനിലുള്ള ഇറിറ്റേഷൻ അലർജി ഉണ്ടാക്കുന്ന അതേ കെമിക്കൽസ് വെജിറ്റബിൾസിലും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. ചട്നികളിലും അതുപോലെ തന്നെ സോസുകളിലും ഹിഡൻ അലർജൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പീനട്ട്, സെസം, സോയ, മിൽക്ക് പൗഡർ എന്നിവ ലേബൽ ഇല്ലാതെ അവിടെ ഉപയോഗിക്കാം. സ്ട്രീറ്റ് ഫുഡിൽ പലപ്പോഴും ഫുഡ് കളറും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് അർട്ടിക്കേരിയ ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് കളർഡ് പാനിപ്പൂരി വാട്ടർ, അതുപോലെ തന്നെ സോസ് ഒക്കെ ഭയങ്കര കളറുള്ള സോസുകളൊക്കെ അതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സും കളേഴ്സും കൂടിയത് കൊണ്ട് തന്നെ അത് എല്ലാ തരത്തിലുള്ള അലർജിയും ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. ഈ ഓപ്പൺ സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഡസ്റ്റ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡസ്റ്റ് മൈറ്റ് അലർജി ഉള്ള ആൾക്കാർക്ക് ഈ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അലർജി ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. സ്ട്രീറ്റ് ഫുഡ് അലർജി ഒഴിവാക്കാൻ ഇനി എന്തൊക്കെ ചെയ്യാം? കഴിയുന്നതും സ്ട്രീറ്റ് ഫുഡ്സ് ഒഴിവാക്കുക, അങ്ങനെ അലർജി ഇഷ്യൂസ് ഉള്ള ആൾക്കാർ. രണ്ടാമത്തെ കാര്യം, ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ചോദിച്ച് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും അൺഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജീസ് പലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് IG ലെവൽ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രീറ്റ് ഫുഡ് ഉപയോഗിച്ചിട്ട് അലർജി വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ പ്രാക്ടിക്കൽ അലർജി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.